നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിൽ നിയമങ്ങൾ കടുപ്പിക്കുകയാണ്. വരും നാളുകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് അധികൃതർ ഇതിലൂടെ നൽകുന്നത്. അതായത് പാർപ്പിട നിയമങ്ങൾ ലംഘിച്ച് താമസിക്കുന്നവരെ കണ്ടെത്തി നടപടിയെടുക്കുന്നതിൻ്റെ ഭാഗമായുള്ള പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് ദുബായ് മുനിസിപ്പാലിറ്റി. താമസ സൗകര്യവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും അതുവഴി താമസക്കാരുടെ സുരക്ഷയും സൗകര്യവും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനായി ആദ്യം ദുബായ് റെസ്റ്റ് എന്ന മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യണം. നിലവിൽ അക്കൗണ്ടുള്ളവർ ലോഗിൻ ചെയ്യണം, അല്ലാത്തവർ രജിസ്റ്റർ ചെയ്ത ശേഷം ലോഗിൻ ചെയ്യണം. തുടർന്ന് ഇൻഡിവിജ്വൽ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് UAE പാസ് ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത്. UAE പാസ് ഉപയോഗിച്ച് ഒതന്റിക്കേറ്റ് ചെയ്ത ശേഷം ഡാഷ്ബോർഡിൽ നിന്ന് തൻ്റെ ഉടമസ്ഥതയിലുള്ളതോ താമസിക്കുന്നതോ ആയ കെട്ടിടം തിരഞ്ഞെടുക്കണം. മാനേജ് കോ ഒക്യുപ്മെൻറ്റ് എന്നത് തിരഞ്ഞെടുത്ത് ചേർക്കാനുള്ളവരുടെ പേര് വിവരങ്ങൾ ചേർക്കുകയാണ് അടുത്ത പടി. താമസിക്കുന്നവരുടെ എമിറേറ്റ്സ് ID, ജനന തീയതി എന്നിവ നൽകി വെരിഫൈ ബട്ടൺ അമർത്തണം. ഈ രീതിയിൽ കെട്ടിടത്തിൽ താമസിക്കുന്ന മുഴുവൻ പേരുടെയും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നേരത്തെ രജിസ്റ്റർ ചെയ്ത ഒരാളെ നീക്കം ചെയ്യാനാണെങ്കിൽ ഡിലീറ്റ് ഐക്കൺ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതായത് നിയമം അനുവദിക്കുന്നതിലും കൂടുതൽ ആളുകളോ കുടുംബങ്ങളോ ഒരു താമസ സ്ഥലത്ത് കഴിയുന്നുണ്ടോ എന്നും, കുടുംബങ്ങൾക്ക് മാത്രമായി നിശ്ചയിക്കപ്പെട്ട റെസിഡൻഷ്യൽ പ്രദേശങ്ങളിൽ കുടുംബത്തോടൊപ്പമല്ലാതെ തനിച്ച് താമസിക്കുന്നവർക്കായി വീടുകൾ അനുവദിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും മുനിസിപ്പാലിറ്റി അധികൃതർ പരിശോധിക്കുന്നത്. ഈ വർഷം തുടക്കം മുതൽ ഇതുവരെ 19,837 ഫീൽഡ് വിസിറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിക്കുകയുണ്ടായി. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് മറ്റ് സർക്കാർ ഏജൻസികളുടെ കൂടി സഹായത്തോടെ താമസ കേന്ദ്രങ്ങളിൽ സംയുക്ത പരിശോധനകൾ നടന്നുവരുന്നത്. എന്നാൽ ഈ പരിശോധനകൾ രാജ്യത്തെ താമസയിടങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായതായി അധികൃതർ വിലയിരുത്തി. പരിശോധനകളിൽ നിയമം ലംഘിക്കുന്നതായി കണ്ടെത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഫലമായി താമസ കേന്ദ്രങ്ങളിൽ ഏതാണ്ട് എല്ലായിടങ്ങളിലും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കപ്പെടുന്നതായും അധികൃതർ വ്യക്തമാക്കി. ദുബായിൽ വില്ലകളിലും അപ്പാർട്ട്മെൻറ്റുകളിലും എത്ര പേർക്കും എത്ര കുടുംബങ്ങൾക്കും താമസിക്കാമെന്ന് നിയമം കൃത്യമായി നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ഈ എണ്ണം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന കാര്യമാണ് അധികൃതർ പ്രധാനമായും അന്വേഷിക്കുന്നത്. കൂടാതെ വാടകയ്ക്ക് താമസിക്കുന്നവർ കെട്ടിട ഉടമയുടെ അനുമതിയില്ലാതെ അപ്പാർട്ട്മെൻറ്റുകൾ മറ്റുള്ളവർക്കായി പകുത്തു നൽകുന്നതും നിയമപ്രകാരം ശിക്ഷാർഹമാണ്. ഇത്തരം നിയമലംഘനങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ വാടകക്കാരനും ഇയാൾ അനധികൃതമായി താമസിപ്പിച്ചവരും കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. നിയമലംഘകരിൽ നിന്ന് വൻ തുക പിഴയും ഈടാക്കും. അബുദാബിയിൽ ഈ രീതിയിൽ കെട്ടിട ഉടമ അറിയാതെ വാടകയ്ക്കെടുത്ത വീട് 4 കുടുംബങ്ങൾക്കായി പകുത്തു നൽകിയ താമസക്കാരന് കോടതി 3 ലക്ഷം ദിർഹം പിഴ ചുമത്തിയിരുന്നു. ഈ തുക കെട്ടിട ഉടമയ്ക്ക് നഷ്ടപരിഹാരമായി നൽകാനായിരുന്നു കോടതി ഉത്തരവിട്ടത്. ഇങ്ങനെ നിയമവിരുദ്ധമായി താമസയിടങ്ങൾ പാർട്ടീഷൻ ചെയ്യുന്നത് തീപിടുത്തം പോലുള്ളവയ്ക്ക് കാരണമാവുകയും തീപിടുത്തമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള വഴികൾ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നതായി അധികൃതർ ചൂണ്ടിക്കാട്ടി. ഇത്തരം കേസുകളിൽ കെട്ടിടത്തിൻ്റെ വൈദ്യുതി, വെള്ളം ഉൾപ്പെടെയുള്ള കണക്ഷനുകൾ വിച്ഛേദിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അതോടൊപ്പം തന്നെ കുടുംബങ്ങളെ മാത്രം താമസിപ്പിക്കാൻ അനുമതിയുള്ള സ്ഥലങ്ങളിൽ ബാച്ചിലേഴ്സിനെ താമസിപ്പിക്കുന്നതും നിയമവിരുദ്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന പരിശോധനകളിൽ ഷാർജ പോലുള്ള മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് പേരെ ഒഴിപ്പിച്ചു. ഇങ്ങനെ ഫാമിലി ഏരിയയിൽ ബാച്ചിലർമാർക്ക് വീട് അനുവദിക്കുന്ന കെട്ടിട ഉടമകൾക്കെതിരെയും നടപടിയുണ്ടാവുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ 800-900 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അധികൃതരെ വിവരം അറിയിക്കണമെന്നും മുനിസിപ്പാലിറ്റി ആവശ്യപ്പെടുകയുണ്ടായി. അതേസമയം നിയമലംഘനങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി കെട്ടിടങ്ങളിലെ താമസക്കാരുടെ വിവരങ്ങൾ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യാൻ രാജ്യത്തെ കെട്ടിട ഉടമകൾ, ഡെവലപ്പർമാർ, പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് കമ്പനികൾ, താമസക്കാർ തുടങ്ങിയവർക്ക് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. സ്വന്തം കെട്ടിടമാണെങ്കിലും ലീസിനെടുത്തതാണെങ്കിലും വിവരങ്ങൾ 2 ആഴ്ചയ്ക്കകം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നാണ് സെപ്റ്റംബർ 23-ന് നൽകിയിരുന്ന നിർദ്ദേശം. ദുബായ് റെസ്റ്റ് എന്ന മൊബൈൽ ആപ്പ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്താലുടൻ താമസക്കാരുടെ വിവരങ്ങൾ ടെനൻസി കോൺട്രാക്റ്റിൽ അപ്ഡേറ്റ് ആകും.